നമസ്കാരം. 1 മിനിറ്റ് ഗൾഫ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ദുബായിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റിന് അംഗീകാരം നൽകി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ആകെ 302 ബില്യൺ ദിർഹം ചെലവും 329 കോടി ബില്യൺ ദിർഹം വരുമാനവും ഉൾപ്പെടുന്നതാണ് ബജറ്റ്. ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായുള്ള ദുബായ് റണ്ണിൽ റെക്കോർഡ് ജനപങ്കാളിത്തം. ഷെയ്ഖ് സയ്യിദ് റോഡ് ലോകത്തിലെ ഏറ്റവും വലിയ റണ്ണിംഗ് ട്രാക്കായതോടെ ആകെ ഓടിയത് 3,07,000 പേരാണ്. റണ്ണിൽ പങ്കെടുത്തവർക്ക് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നന്ദി പറഞ്ഞു. ഉപഭോക്താക്കളുടെ സൗകര്യത്തിനായി ഖത്തർ സെൻട്രൽ ബാങ്ക് പുതിയ ആപ്പ് പുറത്തിറക്കി. ബ്രൗസിംഗും തിരയലും എളുപ്പമാക്കുന്ന ഉപഭോക്തൃ സൗഹൃദ രൂപകൽപ്പനയോടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിലെ ഏറ്റവും നീളമുള്ള കടൽപ്പാലം ഉദ്ഘാടനം ചെയ്തു. കിഴക്കൻ പ്രവിശ്യയിലെ കത്തീഫിലെ സൊഹ്വയെയും റാസ് തന്നൂറിനെയും ബന്ധിപ്പിക്കുന്ന സൊഹ്വ റഹീമ റോഡാണ് കിഴക്കൻ പ്രവിശ്യ ഗവർണർ സൗദ് ബിൻ നായിഫ് രാജകുമാരൻ ഉദ്ഘാടനം ചെയ്തത്. ആകെ 15 കിലോമീറ്ററാണ് പാലത്തിന്റെ നീളം. UAEയുടെ ചില പ്രദേശങ്ങളിൽ ഇന്ന് മഴ പ്രതീക്ഷിക്കാമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ദുബായിൽ 18, ഷാർജയിൽ 17, അബുദാബിയിൽ 20 എന്നീ നിലകളിലേക്ക് താപനില കുറയാനും സാധ്യതയുണ്ട്. അലൈൻ സ്ക്വയർ ഹസ ബിൻ സായിദ് സ്റ്റേഡിയത്തിലും അലൈൻ നഗരത്തിലെ പ്രധാന സാംസ്കാരിക വേദികളിലുമായി നടക്കുന്ന പുസ്തകമേള ഈ മാസം 30 വരെ നീണ്ടു നിൽക്കും. ദുബായ് ഡൗൺ ടൗണിൽ പുതുവത്സരാഘോഷങ്ങൾ പുതുവത്സര രാത്രിയിൽ മാത്രം ഒതുങ്ങില്ലെന്ന് MR ഗ്രൂപ്പ് അറിയിച്ചു. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഇത്തവണ ഉണ്ടാവുകയെന്നാണ് പ്രഖ്യാപനം. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനുമായി ഗൾഫ് സുപ്രഭാതം ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും.